Hello guys, welcome back to the channel. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ട ഒരു ന്യൂസ് ആണ് ഒരു യൂട്യൂബർ ഒരു ബെൻസ് കത്തിക്കുന്നത്. കത്തിച്ച ബെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ബെൻസ് ഒന്നുമല്ല, MG GT 63S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് മൂപ്പര് കത്തിച്ചത്. ഏറെക്കുറെ 2 കോടി, അതായത് 2.4 കോഴ്സിന് മേലെ വരും ഇന്ത്യയിലത്തെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ. റഷ്യൻ യൂട്യൂബറാണ് ഇത്തരത്തിലുള്ള ഒരു പണി കാണിച്ചത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് തോട്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് യൂട്യൂബേഴ്സ്. നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വൈബിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പോത്തിനെ മുഴുവനായിട്ട് പൊരിക്കുക, അതേപോലെ തന്നെ ഒരു കട മുഴുവനായിട്ട് വാങ്ങുക, അതേപോലെ തന്നെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആഡ് ഓൺ ചെയ്യപ്പെടേണ്ട വേറൊരു ഐറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. അതിനുശേഷം ഇതുകൊണ്ട് മൂപ്പർക്ക് ഉണ്ടായേക്കാവുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ വേറൊരാളുണ്ട് ഇതിലും അക്രമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മച്ചാനാണ്, മൂപ്പരെ കുറിച്ചും പറയാം. മിഖായിൽ ലിജുവിൻ അഥവാ മീശ എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഇത്തരത്തിലുള്ള ഒരു പണി കാണിച്ചത്. ആളെ കാറുമായിട്ട് ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പലപ്പോഴും ഷോറൂമിൽ റിപ്പോർട്ട് ചെയ്തിട്ടും വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സർവീസ് കാര്യങ്ങളും മൂപ്പർക്ക് പ്രൊവൈഡ് ചെയ്തില്ല എന്നുള്ളൊരു ഇതിലാണ് മൂപ്പർ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ പക്കാ സിനിമാറ്റിക് ആയിട്ട് വേറൊരു വൈബിലാണ് മൂപ്പർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കുറേ നാളത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികാരം എന്ന് നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലോട്ട് മൂപ്പരെ എത്തിച്ചത് കേട്ടോ. 2019 മൂപ്പർ ഈ ഒരു കാർ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഏറെക്കുറെ 5 തവണ ബ്രേക്ക് ഡൗൺ ആയെന്നാണ് പറയുന്നത്. ഓരോ തവണ മൂപ്പര് ഇതേപോലെ തന്നെ എന്താ പറയുക, ഷോറൂമിൽ വിളിക്കും, എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു തവണ ഷോറൂമിൽ 40 ദിവസത്തോളം കാർ അവിടെ കിടന്നു എന്നാണ് പറയുന്നത്. അതായത് നന്നാക്കാൻ കൊടുത്തിട്ട് 40 ദിവസത്തോളം കിടന്നു എന്നാണ് പറയുന്നത്. പിന്നെ ജർമ്മനി എന്ന് പറയുന്ന പാർട്സൊക്കെ പിന്നെയും എന്താ പറയുക നാശമായി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമ്പോർട്ട് ചെയ്തത് കാറിൽ ഫിക്സ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ആർട്ടിക്കിൾസ് കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾസ്. അതായത് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക യൂട്യൂബർ ബേണിംഗ് ബെൻസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യ ടുഡേ അതേപോലെ തന്നെ വലിയ പത്രങ്ങളുടെ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. ഇതേപോലെ ഓരോ തവണ വിളിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഈ പുള്ളി വിളിക്കുന്ന കോള് ഷോറൂമുകാർ എടുക്കാതെ, അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ പ്രാന്ത് പിടിച്ചിട്ടാണ് മൂപ്പർ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്യാസോലിൻ ഒഴിച്ചിട്ട് ഈ ഒരു എന്താ പറയുക ബെൻസ് തന്നെ കത്തിച്ചളന്നത്. ശരിക്കും നമ്മൾ കാണുമ്പോൾ എൻ്റെ പൊന്നോ ആൾക്ക് പ്രാന്തണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു തരത്തിലാണ് മൂപ്പർ ആ ഒരു കാട്ടയം കാണിച്ചു കേട്ടോ. വളരെ സിനിമാറ്റിക് ആയിട്ട് അടിപൊളി വീഡിയോ ആണ്, അത് കാണാനുണ്ട്. വേറെ നല്ലൊരു ബെൻസ് കത്തിക്കുന്ന വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക കത്തിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും സമരമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പോയിട്ട് എന്താ പറയുക ഇതേപോലെ തന്നെ കാർ കത്തിക്കുക, അതേപോലെ തന്നെ ട്രെയിൻ കത്തിക്കുക, അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തം ബെൻസ് കത്തിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മൂപ്പര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയാണ് മെഴ്സിഡസ് ബെൻസ്. മൂപ്പരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഴ്സിഡസ് ബെൻസിനെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഡ്രോപ്പ് വരാനുള്ള, അതായത് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഒരു ഇൻഫ്ലുവൻസർ, അതായത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ കമ്പനിനെ അങ്ങോട്ട് തേച്ചൊട്ടിക്കുന്ന ഒരു രീതിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ബെൻസ് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ റിപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു മൈൻഡ് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് മൂപ്പർക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടിയെന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതും ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് കാര്യങ്ങൾ വരുന്നത് തുടങ്ങിയിട്ട് വേൾഡ് ലെവലിൽ തന്നെ ഒരു അറ്റൻഷനും കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ എന്താ പറയുക ആ കമ്പനിക്ക് ഒരു അടിയായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിപ്പോൾ വലിയ കാര്യമായിട്ട് ബാധിക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കൂടി ഫ്ലക്ച്വേഷൻസ് ഈ ഒരു മോഡലിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കട്ട ഫാൻസ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു കാർ എടുക്കണം എന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി വേറൊരു ബ്രാൻഡിനെ കുറിച്ച് ഇങ്ങോട്ട് മാറി ചിന്തിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. എന്തൊക്കെയാണെങ്കിലും ആൾക്ക് ഈ ഒരു കത്തിച്ചുകൊണ്ട് അത്യാവശ്യം അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. പിന്നെ ഞാൻ വേറൊരാളെ കുറിച്ച് പറഞ്ഞില്ല, അത് മറ്റാരുമല്ല, നമ്മളുടെ മിസ്റ്റർ ബീസ്റ്റ് ആണ്. മൂപ്പരുടെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ടിപ്പ് കൊടുക്കലാണ് മൂപ്പരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ആ ചാനൽ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. മൂപ്പരെ കുറിച്ചിട്ട് നമ്മൾ പല വീഡിയോസിലും ഇങ്ങനെ പെരിഫറലായിട്ട് പറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ ആളുടെ ഒരു അടിപൊളി ഒരു വീഡിയോ ഉണ്ട്, അതായത് ഒരു പിസ്സ ഡെലിവറി ബോയ്ക്ക് ഒരു വീട് കൊടുക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു. ഇപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ ഒരു കാർ കത്തിച്ചെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനൽ ബ്രേക്ക് ഡൗൺ വേണമെങ്കിൽ ചെയ്യാം. അതായത് മൂപ്പരുടെ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്ര പൈസ ഡൊണേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മൂപ്പരുടെ എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു പിസ്സ ഡെലിവറി ബോയ്ക്ക് ഒരു വീട് അങ്ങ് കൊടുത്തതാണ്. സിമ്പിളായിട്ട് പറയാതെ നിങ്ങളിൽ പലരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളാക്കിയിട്ട് ആ ഒരു കഥ പറയാം.
അതായത് ഒരാളെ പിസ്സ ഡെലിവറി ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ആളങ്ങോട്ട് എത്തുന്ന ഒരു സമയത്ത് ആളോട് പറയുകയാണ് ഈ ഒരു പുതിയ, അതായത് എം ടി ആയിട്ടുള്ളൊരു വീടാണ്, ഈ ഒരു വീട് ഫർണിഷ് ചെയ്യാനും അതേപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കൂട്ട വരിക എന്നുണ്ടെങ്കിൽ $2000 തരാമെന്ന് പറയും. $2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണല്ലോ, വലിയൊരു എമൗണ്ട് ആണ് $2000. അപ്പോൾ മൂപ്പര് ഒരു ദിവസം ഓർഡിനറി കിട്ടില്ല എന്നുള്ള ഒരു ഇതിൽ മാനേജർ വിളിച്ച് പറയുന്നു. അപ്പോൾ മാനേജർ ലീവ് കൊടുക്കുന്നു. അങ്ങനെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒപ്പം ഈ മൂപ്പർക്ക്, അതായത് ഈ ഡെലിവറി ബോയ്ക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള, അതായത് മിസ്റ്റർ ബീസ്റ്റ് പറയും എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് ഞങ്ങൾ പർച്ചേസ് ചെയ്തേക്കുന്നത്, അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്യാൻ വേറെ ഒരാളുടെ സഹായം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡെലിവറി ബോയിനെ വിളിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഡെലിവറി ബോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കൂട്ടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ആൾക്കൊരു മകളാണെന്ന് അറിയുന്നുണ്ട്. എന്നിട്ട് ആ മകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേറെ ഫ്രണ്ടിനെ വിളിച്ച് വാങ്ങിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം സിമ്പിളായിട്ട് കടന്നു പോയി. ഇതേപോലെ ഒരുപാട് പൈസയുടെ സംഭവങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം നൈറ്റ് മിസ്റ്റർ ബീസ്റ്റും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഈ ഒരു വീടൊക്കെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ മറ്റാളോട് പോയിട്ട് രാവിലെ വരാൻ പറഞ്ഞു. ലൈക്ക് എന്താ പറയുക, പിസ്സ ഡെലിവറി ചെയ്യുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്താ പറയുക, നാളെ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ അതിനുശേഷം മൂപ്പര് എന്താ പറയുക, രാവിലെ വന്നപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞു, ഓ ഇപ്പോൾ ഇന്നലെ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് $2000 ഒന്നും തരാൻ പറ്റില്ല എന്നുള്ളൊരു ഡയലോഗ് അടിച്ചു. മറ്റേ മൂപ്പരാണെന്നുണ്ടെങ്കിൽ $2000 സ്വപ്നം കണ്ടിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. $2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാതെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ കോമ്പൻസേഷൻ ആയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ചാവിയാണ് മൂപ്പർക്ക് കൊടുത്തത്. അപ്പോൾ ഇതേപോലെ ക്രേസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ക്രേസി ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേറൊരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനൽ ബ്രേക്ക് ഡൗൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഫാക്ട്സ് ആയിട്ടുള്ള ഒരു വീഡിയോ അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, മിസ്റ്റർ ബീസ്റ്റിൻ്റെ കട്ട ഫാൻസ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിലും വേറെ റേഞ്ച് ആയിട്ടുള്ള ആളുകളും കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ബെൻസ് കത്തിച്ചത് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും എന്തായാലേ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ലൈക്ക് അടിക്കില്ല, അതിന് ഡിസ്ലൈക്ക് അടിക്കാം. അപ്പോൾ പിന്നെ വേറെ എന്താ, എന്നെ പേഴ്സണലായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്താണ് ഇൻസ്റ്റാഗ്രാം ID RZEN Razeen. And it's me Razeen signing off. Stay peaceful guys, stay safe, stay home.